ഹായ്, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയതായിട്ട് വാങ്ങിയ ഐഫോൺ 14 Pro Maxന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. നമ്മൾ ആപ്പിളിൻ്റെ ഓൺലൈൻ സൈറ്റ് വഴി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫെഡെക്സ് ആണ് നമുക്കിന്ന് ഡെലിവറി ചെയ്തിരിക്കുന്നത്. 2 ദിവസമായി നമ്മൾ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തുറന്നു നോക്കാം. പാക്കേജിങ് അവർ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫോൺ ഓർഡർ ചെയ്തപ്പോൾ തന്നെ 20 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കും കൂടെ ഓർഡർ ചെയ്തിരുന്നു. കാരണം നമുക്ക് ഈ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചാർജിങ് കേബിൾ മാത്രമാണ്. പിന്നെ ഈ ഫോൺ നോക്കുകയാണെങ്കിൽ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആൻഡ് അസംബിൾഡ് ഇൻ ചൈനയാണ്. നമുക്കിനി ഈ ബോക്സ് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന്. ഈ ചാർജിങ് ബ്രിക്കിന് ഓർഡർ ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ $25 പേയ്മെൻറ്റ് ചെയ്തിരുന്നു. ഫോണിന് ഏകദേശം ഒരു $1555 കനേഡിയൻ ഡോളറാണ് വില വരുന്നത്. കൂടാതെ അതിൻ്റെ ടാക്സും വരുന്നുണ്ട് $200 കനേഡിയൻ ഡോളർ. അങ്ങനെ ടോട്ടൽ നമ്മളൊരു $1750 കനേഡിയൻ ഡോളർ പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിയിരിക്കുന്നത്. ഫോണിൻ്റെ പാക്കേജിംഗ് ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പിന്നെ ഐഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഐഫോൺ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആൻഡ് അസംബിൾഡ് ഇൻ ചൈനയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ 14 Pro Max ഡീപ്പ് പർപ്പിൾ കളറാണ് 128 GB. ഇത് 4 കളറിലാണ് മൊത്തം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്പേസ് ബ്ലാക്ക്, സിൽവർ, ഗോൾഡ് ആൻഡ് ഡീപ്പ് പർപ്പിൾ കളറ്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തുറന്നു നോക്കാം. ബോക്സിനകത്തുള്ളത് ഒരു ഐഫോൺ 14 Pro Max 6.7 ഡിസ്പ്ലേ ആണ് സൈസ് വരുന്നത്. പിന്നെ ചാർജിങ് കേബിള്, കുറച്ച് പേപ്പർ വർക്ക്സ്, സ്റ്റിക്കർ, പിന്നെ ഒരു സിം ഇജക്ടർ. ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചാർജിങ് ബ്രിക്സിൻ്റെ ബോക്സ് തുറന്നു നോക്കാം. മാഗ്നറ്റിക് ചാർജറും ഉണ്ട്, ചാർജിങ് ബ്രിക്കും ഉണ്ട്. 20 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ബ്രിക്ക് ഓർഡർ ചെയ്തതിന് ശേഷമാണ് മാഗ്നറ്റ് ചാർജ് കണ്ടത്. മാത്രമല്ല ഇത് ഫാസ്റ്റ് ചാർജിങ് കൂടിയാണ്. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു. ഐഫോൺ 14 Pro Maxന്റെ മെയിൻ ഫീച്ചറിലൊന്ന് വരുന്നതാണ് ക്യാമറ. 3 ബാക്ക് ക്യാമറയും ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ക്യാമറ ഒന്ന് 48 മെഗാ പിക്സലും 2 12 മെഗാ പിക്സലും, ഫ്രണ്ട് ക്യാമറ ഒരു 12 മെഗാ പിക്സലുമാണ് വരുന്നത്. പിന്നെ ലുക്ക് വളരെ സ്റ്റൈലിഷ് ആണ്. ഇനി ഈ ഫോണിനെ പറ്റി നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീനാണ്. സ്ക്രീൻ സൈസ് 6.70 ഇഞ്ചാണ്. ഡിസ്പ്ലേ 120 Hz ഉണ്ട്. ഹാർഡ്വെയർ പ്രോസസ്സർ കൊടുത്തിരിക്കുന്നത് ഹെക്സാ കോർ ആണ്. ഇന്റർണൽ സ്റ്റോറേജ് 128 GB. ക്യാമറ ബാക്ക് ക്യാമറ 3 ഫ്രണ്ട് ക്യാമറ 1 കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 16 ആണ്. കണക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് വൈഫൈ, ബ്ലൂടൂത്ത് ആൻഡ് ലൈറ്റിംഗ്. പിന്നെ സെൻസേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് 3D ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്, കോമ്പസ് മാഗ്നോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ആംബിയന്റ് ലൈറ്റിംഗ് സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ആക്കി നോക്കാം.
ഫോണൊന്ന് ഓണായി സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. ആപ്പിൾ നമുക്ക് വരുന്ന മെയിൻ ഫീച്ചറിൽ വരുന്ന ഒരു കാര്യമാണ് ഇ സിം. മറ്റ് ഫോണുകളിലൊന്നും അവൈലബിൾ അല്ലാത്തൊരു കാര്യമാണ് ഇ സിം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ 48 മെഗാ പിക്സൽ ക്യാമറ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഡൈനാമിക് ഐലൻഡ്, മറ്റ് ഫോണുകളിലൊന്നും അവൈലബിൾ അല്ലാത്ത ഡൈനാമിക് ഐലൻഡ് പുതിയൊരു ഫീച്ചറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പ്, ഏതെങ്കിലും ഫുഡ് ഡെലിവറി ആപ്പോ ബബിളപ്പ് ചെയ്ത് നമുക്ക് ഫോണിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ബബിൾ പോയി നോക്കുവാണെങ്കിൽ അത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ഫീച്ചർ വരുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. വെതർ, ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് 2 സേഫ്റ്റി ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്, മറ്റൊരു ഫോണിലും അവൈലബിൾ അല്ലാത്തത്. എമർജൻസി SOS, നമുക്ക് സാറ്റലൈറ്റ് വഴി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ക്രാഷ് ഡിറ്റക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു കാറ് ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എമർജൻസി സർവീസ് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ക്രാഷ് ഡിറ്റക്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാനൊരു ചെറിയ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഹെൽപ്ഫുൾ ആണോ നോക്കിയിട്ട് ഞാൻ 2-3 മാസത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫോട്ടോസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി iPhone XR ഉണ്ടായിരുന്നു. അപ്പം iPhone Pro Max 14ലും പിന്നെ XRലെടുത്ത ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്യാം. ഫോട്ടോ മാത്രമല്ല കേട്ടോ, ഒരു വീഡിയോയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പല മോഡിൽ യൂസ് ചെയ്തിട്ടും ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു. സിനിമാറ്റിക്, പോർട്രേറ്റ്, പനോരമ മോഡൊക്കെ ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അതൊക്കെയാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്.